ജിമ്മിൽ പോകേണ്ട, മണിക്കൂറുകളോളം വർക്കൗട്ട് ചെയ്യേണ്ട, ഇഷ്ടപ്പെട്ട ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട, എന്നിട്ടും മെലിഞ്ഞും ആരോഗ്യമുള്ളതുമായ ശരീരം നിലനിർത്താൻ കഴിഞ്ഞാൽ അതിലും നല്ല വേറൊരു കാര്യം ഉണ്ടാകുമോ? അങ്ങനെ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലേ? സാധിക്കും. കാരണം അങ്ങനെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. എവിടെയാണെന്നോ? ജപ്പാനിൽ. ലോകത്ത് അമിതവണ്ണം ഏറ്റവും കുറവുള്ള വികസിത രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ അവർ വലിയ രീതിയിലുള്ള ഡയറ്റൊന്നും ചെയ്യുന്നില്ല. ദിവസവും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കും. ന്യൂഡിൽസ്, മധുര പലഹാരങ്ങൾ ഇവയെല്ലാം കഴിക്കും. എന്നിട്ടും അവർ എങ്ങനെ ഇത്ര സ്ലിമ്മായി തുടരുന്നു? അതിൻ്റെ രഹസ്യം കഠിനമായ വർക്കൗട്ടല്ല, കടുത്ത ഡയറ്റുമല്ല. അവർ ദിവസവും അറിയാതെ തന്നെ പിന്തുടരുന്ന 7 ശീലങ്ങളാണ്. ആ ശീലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. വെൽക്കം ടു ഫെയറി ലൈഫ് സ്റ്റൈൽ, എ ബ്യൂട്ടിഫുൾ ലൈഫ് സ്റ്റാർട്ട്സ് ഹിയർ. അതിലൊന്നാമത്തെ കാര്യം, ജപ്പാനിലെ ആളുകളുടെ ഭക്ഷണശീലങ്ങളിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒരിക്കലും വയറ് നിറയെ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളതാണ്. അവിടെ ഹരഹാച്ചിബു എന്നൊരു ലളിതമായ ശീലമുണ്ട്. വയർ ഏകദേശം 80% നിറഞ്ഞുവെന്ന് തോന്നുമ്പോൾ തന്നെ അവർ ഭക്ഷണം നിർത്തും. എന്നാൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ പ്ലേറ്റിൽ ഉള്ളത് മുഴുവൻ നമ്മൾ കഴിച്ചു തീർക്കും. ചിലപ്പോൾ വീണ്ടും എടുത്ത് നമ്മൾ കഴിക്കും. പക്ഷേ ജപ്പാനിൽ ഈ മുഴുവൻ നിറയ്ക്കണമെന്ന ഒരു മൈൻഡ് സെറ്റ് അവർക്കില്ല. അവർ ഭക്ഷണം വയറ് നിറയ്ക്കാനുള്ള ഒരു അവസരമായി കാണുന്നില്ല. ശരീരത്തിന് വേണ്ടത്ര മാത്രം നൽകേണ്ട ഒരു സ്വാഭാവികമായ ശീലമായിട്ട് അതിനെ കാണുന്നു. അതുകൊണ്ടാണ് അവിടെ അധികം കഴിച്ചു പോകുന്ന ശീലം വളരെ കുറവായിട്ട് കാണുന്നത്. ഇതാണ് കാലക്രമേണ അവരെ അമിതവണ്ണത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്ന്. ഇത് നമുക്ക് പിന്തുടരാവുന്ന വളരെ നല്ലൊരു ശീലമാണ്. വയർ പൂർണ്ണമായിട്ടും നിറയുന്നത് വരെ കാത്തിരിക്കാതെ ഒരു 80% നിറഞ്ഞു എന്ന് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക. ഇത് അമിതവണ്ണം ഭാവിയിൽ ഉണ്ടാകുന്നത് തടയാൻ ജപ്പാൻകാരെ പോലെ തന്നെ നമ്മൾക്കും സഹായകമാവും. ഇവിടെ നമ്മൾ ഡയറ്റ് എടുക്കുന്നില്ല, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല, വയർ നിറച്ച് കഴിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് സ്വാഭാവികമായി തടി കുറയ്ക്കാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജപ്പാൻകാർ വളരെ പതുക്കെ ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ള ആളുകളാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും അല്ലെങ്കിൽ വൈകിട്ടായാലും നമ്മൾ സമയം കിട്ടിയാൽ വേഗത്തിൽ ഭക്ഷണം കഴിച്ചു തീർക്കും. ചിലപ്പോൾ ഫോൺ നോക്കിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ തിരക്കിനിടയിൽ ഭക്ഷണം ഒരു വിധത്തിൽ ഫിനിഷ് ചെയ്യേണ്ട ഒരു ടാസ്ക് ആയിട്ട് മാറും. എന്നാൽ ജപ്പാനിൽ ഭക്ഷണം അങ്ങനെയല്ല. അവർ വളരെ ശാന്തമായി, വളരെ ശ്രദ്ധയോടെ ഇടവേളകൾ എടുത്തുകൊണ്ടാണ് കഴിക്കുന്നത്. ഇതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അനുഭവം തന്നെ മാറുന്നു. ശരീരം മാത്രമല്ല, മനസ്സും ശാന്തമാകുന്നു. ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കുന്നു. ഇങ്ങനെ പതുക്കെ കഴിക്കുന്ന ശീലം അവർക്ക് സ്വാഭാവികമായി അമിതമായി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ സഹായിക്കുന്നു. കാരണം ഭക്ഷണം ഒരു മത്സരമല്ല, അത് അവർക്ക് ശരീരത്തെ പോഷിപ്പിക്കുന്ന ഒരു ശാന്തമായ പ്രക്രിയയാണ്. ഇനി ജപ്പാനിലെ മറ്റൊരു വളരെ ലളിതമായ പക്ഷേ വളരെ ശക്തമായ ഒരു ശീലമാണ് പ്രധാന ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ചെറിയൊരു വാം സൂപ്പ് അല്ലെങ്കിൽ ലഘുവായ എന്തെങ്കിലും കുടിക്കുക എന്നുള്ളത്. ഇത് വളരെ വലിയ ഡയറ്റ് രീതിയൊന്നുമല്ല, അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണിത്. നമ്മൾ പലപ്പോഴും വിശന്നിരിക്കുമ്പോൾ നേരെ പ്രധാന ഭക്ഷണം കഴിച്ചു തുടങ്ങും. അതിനാൽ അറിയാതെ തന്നെ കൂടുതൽ കഴിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. എന്നാൽ ഇങ്ങനെ ഭക്ഷണം തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ രീതിയിലുള്ള ചൂടായിട്ടുള്ള എന്തെങ്കിലും പാനീയം കഴിച്ചു തുടങ്ങുമ്പോൾ ശരീരം ഭക്ഷണത്തിന് തയ്യാറാകുന്നത് പോലെ ഒരു സ്വാഭാവികമായ മാറ്റം ഉണ്ടാകുന്നു. അതിന്റെ ഫലമായി അവർക്ക് ഭക്ഷണം കഴിക്കുന്ന വേഗത കുറയും. അതോടൊപ്പം വേണ്ടതിലധികം കഴിക്കുന്ന ശീലവും സ്വാഭാവികമായിട്ട് നിയന്ത്രിക്കപ്പെടുന്നു. ഇതാണ് ജപ്പാനിൽ പലർക്കും അമിതവണ്ണം കുറവായി കാണപ്പെടുന്ന കാരണങ്ങളിൽ ഒന്ന്. ഇത് നമ്മൾക്കും വളരെ എളുപ്പത്തിൽ പിന്തുടരാൻ കഴിയുന്ന ഒരു ശീലമാണ്. ഭക്ഷണം തുടങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഒരു ചെറിയ കപ്പ് സൂപ്പ് കുടിക്കുന്നത് പോലും നമ്മുടെ ഭക്ഷണത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ വളരെയധികം സഹായകമാകും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജപ്പാനിലെ ഭക്ഷണശീലങ്ങളിൽ മറ്റൊരു വളരെ ശ്രദ്ധേയമായ കാര്യം, അവർ ഭക്ഷണം വളരെ ചെറിയ പാത്രങ്ങളിലാണ് സെർവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വലിയ പ്ലേറ്റുകളിൽ നിറച്ച് കഴിക്കുന്ന ശീലം അവിടെ വളരെ കുറവാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുക. വലിയ ഒരു പ്ലേറ്റ് മുന്നിലുണ്ടെങ്കിൽ അതിലുള്ളത് മുഴുവൻ തീർക്കണമെന്നൊരു മനോഭാവം നമ്മളിൽ തന്നെ ഉണ്ടാകും. എന്നാൽ ജപ്പാൻകാർ ചെറിയ പ്ലേറ്റുകളിലും ചെറിയ ബൗളുകളിലുമാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഭക്ഷണത്തിന്റെ അളവ് കുറയും. ചെറിയ പാത്രമായതുകൊണ്ട് തന്നെ പാത്രം നിറഞ്ഞ് ഭക്ഷണം ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇനിയും കഴിക്കണം എന്നൊരു തോന്നൽ ഉണ്ടാവുകയുമില്ല. ഇത് കാലക്രമേണ ശരീരഭാരം നിയന്ത്രിക്കാൻ വലിയ സഹായകമാവുകയും ചെയ്യുന്നു. ഇതാണ് ജപ്പാനിൽ അമിതവണ്ണം
കുറവായി കാണപ്പെടുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം. നമ്മളും നമ്മുടെ വീട്ടിൽ തന്നെ പ്ലേറ്റിന്റെ സൈസ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ശീലം വളരെ എളുപ്പത്തിൽ പിന്തുടരാൻ കഴിയുന്നതാണ്. ഇനി ജപ്പാനിലെ ആളുകളുടെ മറ്റൊരു നല്ല ശീലം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് തന്നെ പ്രാധാന്യം നൽകുന്നു എന്നതാണ്. നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ നോക്കുകയോ അല്ലെങ്കിൽ TV കാണുകയോ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യും. ചിലപ്പോൾ എന്താണ് കഴിച്ചതെന്ന് പോലും പിന്നീട് നമുക്ക് ഓർമ്മയുണ്ടാകുകയില്ല. എന്നാൽ ജപ്പാനിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരു പതിവ് ജോലി മാത്രമല്ല, ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് അവർ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം രുചിച്ചും ആസ്വദിച്ചും കഴിക്കുന്ന ഒരു ശീലം അവർക്കുണ്ട്. ഇങ്ങനെ ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ശരീരത്തിന് എപ്പോൾ മതിയായി എന്ന് തിരിച്ചറിയാനും അനാവശ്യമായിട്ട് അധികമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കാനും എളുപ്പമാകും. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ശീലം ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താൻ സഹായിക്കുന്നത്. ഇത് നമ്മൾക്കും വളരെ എളുപ്പത്തിൽ പിന്തുടരാവുന്നതാണ്. ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഫോൺ മാറ്റിവെച്ച് TV ഒക്കെ കാണുന്നത് മാറ്റിവെച്ച് ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ നൽകി കഴിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ വ്യത്യാസം പതുക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ഇനി ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് ജപ്പാനിലെ ആളുകളുടെ മറ്റൊരു നല്ല ശീലമാണ് അവർ കഴിയുന്നത്ര നല്ല ഭക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത്. അതായത് ഒരുപാട് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളെക്കാൾ റൈസ്, ഫിഷ്, പച്ചക്കറികൾ, സോയ ഉൽപ്പന്നങ്ങൾ, പഴങ്ങൾ തുടങ്ങിയ സ്വാഭാവിക ഭക്ഷണങ്ങളാണ് അവരുടെ ദൈനംദിന ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾക്ക് പലപ്പോഴും വിശന്നാൽ ആദ്യം കൈയെത്തുന്നത് ബിസ്ക്കറ്റ്, ചിപ്സ്, ബേക്കറി, പലഹാരങ്ങൾ ഇവയിലൊക്കെയാണ്. അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജങ്ക് ഫുഡ് ഇതിലൊക്കെ ആയിരിക്കും. അതൊക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ദിവസേന ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളെയാണ് നിങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്നതെങ്കിൽ അറിയാതെ തന്നെ അധിക കാലറി ശരീരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടാകും. ജപ്പാനിൽ നല്ല ഭക്ഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ശീലമാണ് അവർക്കുള്ളത്. ആ ഒരു ശീലം അവർക്ക് ആരോഗ്യകരമായ ഒരു ശരീരഭാരം നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്ന കാരണങ്ങളിൽ ഒന്നാണ്. ഇത് നമ്മൾക്കും വളരെ എളുപ്പത്തിൽ പിന്തുടരാൻ കഴിയും. എല്ലാ പാക്കേജ്ഡ് ഫുഡ്സും ഒരുമിച്ച് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ദിവസത്തിൽ ഒരു നേരമെങ്കിലും നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തിനും ശരീരഭാര നിയന്ത്രണത്തിനും നല്ലൊരു തുടക്കമാകും. ഇനി ഏഴാമത്തെ കാര്യമെന്ന് പറയുന്നത് അവരുടെ മറ്റൊരു നല്ല ശീലമെന്ന് പറയുന്നത് ജപ്പാനിലെ പലരും ദിവസവും ഗ്രീൻ ടീ കുടിക്കാറുണ്ട് എന്നതാണ്. ആരോഗ്യകരമായ ഒരു പാനീയമായിട്ടാണ് അവർ ഗ്രീൻ ടീയെ കാണുന്നത്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും നല്ല ജീവിതശൈലിയും ഭാഗമാകുമ്പോൾ ശരീരഭാരം നിയന്ത്രിക്കാൻ ഗ്രീൻ ടീ വളരെയധികം സഹായകമാകും. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പഞ്ചസാര കൂടുതലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും മറ്റ് മധുരപാനീയങ്ങളും പതിവായി കുടിക്കുന്ന ശീലം വളരെ കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഷുഗറും കാലറീസും ശരീരത്തിലേക്ക് എത്തുന്നതും കുറയുന്നു. ഇതും അവർ മെലിഞ്ഞും ആരോഗ്യത്തോടെയും തുടരാൻ സഹായിക്കുന്ന ചെറിയ ശീലങ്ങളിലൊന്നാണ്. നമ്മൾക്കും ഈ ഒരു ശീലം പിന്തുടരാവുന്നതാണ്. ദിവസവും കുടിക്കുന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്കിന് പകരം ഗ്രീൻ ടീ തിരഞ്ഞെടുക്കുന്നത് ആരോഗ്യകരമായ ഒരു നല്ല തുടക്കമായിരിക്കും. ഈ 7 ശീലങ്ങളും കേട്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ജപ്പാനിലെ ആളുകൾക്ക് മെലിഞ്ഞ ശരീരം ലഭിച്ചത് ഒരൊറ്റ രഹസ്യം കൊണ്ടല്ല, അവർ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നല്ല തിരഞ്ഞെടുപ്പുകളാണ് വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ മാറ്റങ്ങളായിട്ട് മാറുന്നത് എന്നുള്ളത്. ഈ പറഞ്ഞ ശീലങ്ങൾക്കൊന്നും തന്നെ ഒരുപാട് പണമോ ഒരുപാട് സമയമോ പ്രത്യേക ഉപകരണങ്ങളോ മണിക്കൂറുകളോളം ജിമ്മിൽ പോകേണ്ടതിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇന്ന് മുതൽ ഒരു ശീലം, അടുത്ത ആഴ്ച മറ്റൊരു ശീലം, ഇങ്ങനെ പതിയെ പതിയെ ഓരോ ശീലങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ കാലക്രമേണ അതിൻ്റെ മാറ്റം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓർക്കുക, വലിയ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ടല്ല സംഭവിക്കുന്നത്. ഓരോ ദിവസവും ആവർത്തിക്കുന്ന ചെറിയ നല്ല ശീലങ്ങളാണ് ഒടുവിൽ മനോഹരമായ ഒരു ജീവിതം സൃഷ്ടിക്കുന്നത്. സോ ജീവിതത്തെ കുറച്ചുകൂടി മനോഹരമാക്കുന്ന ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫെയറി ലൈഫ് സ്റ്റൈൽ എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. See you in the next video. Bye.